ഹലോ, അസ്സാം വലൈക്കും. ഞാനിന്നൊരു ഉഴുന്നുവട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 1.5 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കുക. 1 മണിക്കൂർ എന്നെങ്കിലും കുതിരാൻ വെക്കണം. അതിനുശേഷം അത് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത് ഇട്ടുകൊടുക്കുക. കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുക. ഇനി മിക്സിൻ്റെ ജാറിൽ ഉഴുന്നിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളം അധികം കൂട്ടരുത്. ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ അരച്ചാൽ മതി. ഇനി അത് മുഴുവനായിട്ട് അരച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും മല്ലിയിലയും മുഴുവനായിട്ടുള്ള കുരുമുളകും ജീരകവും ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക, കറിക്കായം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പത്തിരിപ്പൊടിയാണിത്. അരിപ്പൊടി കൂടിപ്പോണ്ട, അപ്പോൾ ഉറപ്പ് കൂടും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി എണ്ണ അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടായതിന് ശേഷം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കയ്യിൽ വെച്ച് പരത്തി നടുവിലൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വിരലുകൊണ്ട് നടുവിലൊരു ഓട്ട ഉണ്ടാക്കി കൊടുക്കുക. ഇനി അത് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് അത് തിന്നാൻ. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. ഇനി ചട്ടിയിൽ നിന്ന് കോരി മാറ്റുക. ഇഡ്ഡലിൻ്റെയും കട്ടൻ ചായൻ്റെ കൂടെയും സാമ്പാറും ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.